ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എന്താ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തതെന്ന്. സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ, സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജലദോഷമായിട്ടും കഫക്കെട്ടൊക്കെ ആയിട്ട് ഫുൾ പണിയായിരുന്നു. അതുകൊണ്ട് സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഇടാഞ്ഞത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ടേക്ക് പോവാം. അപ്പോൾ ജാനകിയാണെങ്കിൽ ചന്ദ്രിക വിളമ്പിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ഭയന്നാണ് ചോദിക്കുന്നത്, അമ്മായി ഭക്ഷണം എങ്ങനെയുണ്ട് അമ്മായി? സിദ്ധാർത്ഥും തൻ്റെ അമ്മയുടെ മറുപടി എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ജാനകി വല്ലാത്തൊരു വിഷമത്തോടെ പറയുന്നത്, നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നത് പോലെ നല്ല രുചിയായിട്ട് തോന്നുന്നു. അത് കേട്ട സമയത്ത് ചന്ദ്രികയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയധികം സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. മുൻപ് ഇങ്ങനെയൊന്ന് കേൾക്കാൻ വേണ്ടി ചന്ദ്രിക ഒരുപാട് കൊതിച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അന്ന് സിദ്ധാർത്ഥ് പറഞ്ഞ സമയത്തും ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ജാനകിയാണെങ്കിൽ അതൊന്നും വകവെക്കാതെ വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ബാക്കിയുണ്ടായിരുന്ന 4 പേരുടെയും മനസ്സും അത്രയ്ക്ക് സന്തോഷത്തോടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥും ചന്ദ്രികയും പരസ്പരം സ്നേഹത്തോടെ നോക്കുവാണ്. ചന്ദ്രികയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് ജാനകിയോട് പറയാണ്, അമ്മായി നിങ്ങൾ എൻ്റെ ഭക്ഷണം രുചിയുണ്ടെന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് മതി, എനിക്ക് ഒരു അവാർഡ് കിട്ടിയ സന്തോഷമാണ് തോന്നുന്നത്. ചന്ദ്രിക കണ്ണു നിറഞ്ഞ് പറഞ്ഞത് കേട്ടപ്പോൾ ബാക്കിയുള്ള എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക പെട്ടെന്ന് തന്നെ ജാനകിയോട് വീണ്ടും പറയാണ്, ജാനകി അമ്മായി കുറച്ചുകൂടെ കഴിക്കുക ജാനകി അമ്മായി. അയ്യോ മതി മോളെ, മതി മതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അവർ സ്നേഹത്തോടെ വിലക്കുകയാണ്. അത് കാണുന്ന സമയത്ത് സിദ്ധാർത്ഥും ചന്ദ്രികയും പരസ്പരം സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവരെയും പോലെ ചന്ദ്രികയെയും ജാനകി പരിഗണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവരെല്ലാവരും ചന്ദ്രിക ഉണ്ടാക്കിയ ഭക്ഷണം നല്ല ഇഷ്ടത്തോടെയാണ് കഴിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരതിയും ആകാശും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വേഗം തന്നെ അവരുടെ ഇല മടക്കുകയാണ്. അത് കണ്ടപ്പോൾ ചന്ദ്രിക ആ ഒരു ഭാഗത്ത് അടുക്കളയിലാണ് ഉണ്ടായിരുന്നത്. അവൾ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ചെയ്യല്ലേ ചെയ്യല്ലേ ചെയ്യല്ലേ. എന്താ ആരതി പെട്ടെന്ന് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും ചെയ്തത് തെറ്റുണ്ടോ എന്നൊരു അർത്ഥത്തിൽ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങൾ കഴിച്ച ഇല നിങ്ങൾ തന്നെ എടുക്കാൻ പാടില്ല. ശരി, ആരതി പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേക്കാണ്, ഒപ്പം ആകാശും. അപ്പോൾ അവർ രണ്ടുപേരും കൈ കഴുകാൻ വേണ്ടി പോകുന്ന സമയത്ത് ചന്ദ്രിക അവർ രണ്ടുപേരും കഴിച്ച ഇല എടുത്ത് മാറ്റുവാണ്. അപ്പോഴേക്കും അവർ രണ്ടുപേരും കഴിച്ച ഇലയൊക്കെ വേസ്റ്റൊക്കെ ചന്ദ്രിക എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൈ കഴുകി വന്നിട്ട് ആരതി ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള വിരുന്ന് തരുമെന്ന് ഞാൻ സത്യം പറഞ്ഞ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ചന്ദ്രിക. അത് കേട്ട് സിദ്ധാർത്ഥം പുഞ്ചിരിക്കുകയാണ്. പക്ഷെ അതിനേക്കാളേറെ സന്തോഷം ജാനകിക്കായിരുന്നു. ചന്ദ്രികയും വാത്സല്യത്തോടെ ആരതിയെ നോക്കിയ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു വിരുന്ന് ഞാനും ആകാശും ലൈഫ് ലോങ് മറക്കുകയേ ചെയ്യില്ല. ഒരുപാട് നന്ദിയുണ്ട് ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് ആരതി ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ആരും അവർക്കൊരു വിരുന്ന് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു കല്യാണം നടന്നത് കൊണ്ട്. അപ്പോൾ ചന്ദ്രിക അതൊക്കെ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു വിരുന്ന് കൊടുത്തതുകൊണ്ട് അവർക്ക് അത്രയും സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും ചന്ദ്രിക അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് വല്ലാത്ത അഭിമാനം തോന്നുവാണ്. അതിനുശേഷം ആരതി ചന്ദ്രികയോടും എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ശരി ഞങ്ങൾ രണ്ടുപേരും റൂമിലേക്ക് പോവുകയാണ്, നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് പോകുന്നുണ്ട്. അവർ പോയതിനു ശേഷം ജാനകിയോട് വീണ്ടും ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഭക്ഷണം വേണോന്നുള്ളത്. വേണ്ട, ഇനി എനിക്കൊന്നും വേണ്ട, ഇനി നിങ്ങൾ രണ്ടുപേരും കഴിച്ചാൽ മതി. ശരി അമ്മ, എങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് കൈ കഴുകാനുള്ള വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക വേഗം അടുക്കളയിലേക്ക് പോവുകയാണ്. ഓരോരോ കാര്യങ്ങളും ചന്ദ്രിക ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ കൊണ്ടുവന്ന വെള്ളത്തിലാണ് ജാനകി കൈ കഴുകിയത്. അതിനുശേഷം അവരോട് രണ്ടുപേരോട് സ്നേഹത്തോടെ പറയുകയാണ്, ഇനി നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അമ്മയെ മുറിയിലേക്ക് ആക്കിത്തരാമെന്ന്. പക്ഷെ അതൊന്നും വേണ്ട, ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ജാനകി തനിച്ച് തന്നെ അകത്തേക്ക് പോവാണ്. ജാനകി അവിടെ നിന്ന് പോകുന്നത് നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും. അതിനുശേഷം സിദ്ധാർത്ഥ നോക്കുമ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു അതിശയത്തോട് ചോദിക്കുകയാണ്, ചന്ദ്രിക ഇതെന്താ കണ്ണ് നിറച്ച് നിൽക്കുന്നത്? ഇല്ല സർ, ഒരു ദിവസം അമ്മായി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് വെറും തൈര് സാദം കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. എന്നാൽ ഇന്നാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ട് അവരുടെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പുകഴ്ത്തിയിട്ടാണ് പോയിട്ടുള്ളത്. അമ്മായിക്ക് എൻ്റെ മേലുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത്. എനിക്കിത് മാത്രം മതി സർ. എനിക്ക് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം തോന്നുവാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്രിക പറയുന്നുണ്ട്, അയ്യോ ഞാൻ മറന്നു. ശരി സർ ഇരിക്കും, ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം.
എവിടെ പോവാ ചന്ദ്രിക? സർ ഇരിക്ക് സർ, ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം എന്ന് പറഞ്ഞിട്ട് സിദ്ധുവിനെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് ചന്ദ്രിക ഓരോന്നോരോന്നായിട്ട് വിളമ്പി കൊടുക്കുവാണ് ഇല വെച്ചിട്ട്. അപ്പോൾ മുഴുവനായിട്ട് വിളമ്പിയതിന് ശേഷം സിദ്ധാർത്ഥ് പറയുന്നുണ്ട് ഇനി ചന്ദ്രികയോട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ പിന്നീട് കഴിച്ചോളാന്ന്. അപ്പോൾ സിദ്ധു ദേഷ്യത്തോടെ പറയുന്നുണ്ട് വേഗം വേഗം ഇരിക്ക്. എന്താ പെണ്ണുങ്ങൾ വിളമ്പിയ ആണുങ്ങൾക്ക് കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ? ആണ് വിളമ്പിയിട്ട് പെണ്ണിന് കഴിച്ചൂടെ? അങ്ങനെ ചന്ദ്രികയെ പിടിച്ചിരുത്തിയിട്ട് അവന് വിളമ്പി കൊടുത്തതുപോലെ തന്നെ വാഴയില വെച്ചിട്ട് ചന്ദ്രിക ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണ സാധനങ്ങളും അതിലേക്ക് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട് മതി 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 സർ, ഇത്രയൊന്നും വേണ്ടാന്നൊക്കെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ തന്നെ നിനക്കിന്ന് ഭക്ഷണം വിളമ്പി തരിക. അങ്ങനെ എല്ലാം വിളമ്പി കൊടുത്തിട്ട് ചന്ദ്രികയോട് സമാധാനത്തോടെ കഴിക്കാൻ പറയാണ്. അപ്പോഴേക്കും സിദ്ധാർത്ഥ് ഇരുന്നിട്ട് അവർ രണ്ടുപേരും ഒന്നിച്ചാണ് കഴിക്കുന്നത്. സിദ്ധാർത്ഥ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് എല്ലാം നല്ല ടേസ്റ്റിയാണെന്ന്. അപ്പോൾ ചുറ്റിലും നോക്കിയിട്ട് സിദ്ധാർത്ഥ ആണെങ്കിൽ ഒരു ഉരുള ചോറെടുത്തിട്ട് ചന്ദ്രികയുടെ നേരെ കൊടുക്കുവാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട് സർ ആരെങ്കിലും കാണും സർ. അതിന് ഇവിടെയൊന്നും ആരുമില്ല ചന്ദ്രിക, കഴിക്ക് ചന്ദ്രിക. അയ്യോ എനിക്ക് വേണ്ട സർ, പറയുന്നു കേൾക്ക് ചന്ദ്രിക, കഴിക്ക് എന്ന് പറഞ്ഞിട്ട് സിദ്ധു വീണ്ടും നിർബന്ധിച്ചിട്ട് അവൾക്ക് കൊടുക്കുവാണ്. അവസാനം ചന്ദ്രികയുടെ കൈ പിടിച്ചിട്ട് വായ തുറന്നിട്ട് സിദ്ധാർത്ഥ് തന്നെ ഭക്ഷണം വാരി കൊടുക്കുകയാണ്. ചന്ദ്രികയാണെങ്കിൽ ആകെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സിദ്ധു പറയുന്നുണ്ട് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ചന്ദ്രികയാണെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് സിദ്ധുവിൻ്റെ തലയ്ക്ക് കിഴുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും സ്നേഹത്തോടു കൂടെ ആ ഭക്ഷണം കഴിക്കുകയാണ്. അതേസമയം ചെറിയ വീട്ടിലാണെങ്കിൽ മേഘ ഇരുന്ന് പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ അരിയിലെ കല്ലൊക്കെ പെറുക്കുന്നുണ്ട്. അപ്പോൾ മേഘയാണെങ്കിൽ ഒരു ഹാപ്പി മൂഡ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുത്തശ്ശി ഇങ്ങനെ ദേഷ്യത്തോടെ സങ്കടത്തോടെ ഇരുന്നിട്ട് മേഘയോട് ചോദിക്കുന്നുണ്ട് മേഘ എന്താ മുത്തശ്ശി ഈ വെറും അരി മാത്രം വെച്ചിട്ട് എങ്ങനെയാ മേഘ? അരിയിലെ കല്ലൊക്കെ പെറുക്കും മുത്തശ്ശി, ഞാൻ പറയാം. മേഘ അത് പറഞ്ഞിട്ട് വീണ്ടും പാത്രം കഴുകുകയാണ്. അപ്പോഴേക്കും ഒരു കയ്യിൽ കുറച്ച് കവറിൽ സാധനങ്ങളൊക്കെ ആയിട്ട് മനോഹരം വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്താ? ഒരു നേരം വെക്കാനുള്ള പച്ചക്കറിയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു നേരത്തെ പച്ചക്കറി ഉണ്ടെന്ന് മനോഹരം പറഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശിയുടെ മുഖത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ച സന്തോഷമാണ്. അവർ സന്തോഷത്തോട് ചോദിക്കുന്നുണ്ട് ഏയ് മനോഹര, നിന്റെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയധികം പച്ചക്കറി വാങ്ങാനുള്ള പൈസ ഉണ്ടായത്? അപ്പോൾ മനോഹരൻ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലായി. ചേച്ചി എന്താ പറയാൻ പോകുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് മനോഹരനും മേഘയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മനോഹരൻ ജോലിക്ക് പോയതാണെന്ന്. കണ്ടോ മേഘ, മനോഹരൻ രാവിലെ തന്നെ എഴുന്നേറ്റ് എവിടെയോ ജോലിക്ക് പോയിട്ട് പച്ചക്കറിയും അരിയും സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് വന്നിരിക്കുക. അതെ അതെ, മനോഹരൻ ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുത്തശ്ശി പറയാണ് ചേച്ചി കഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് മനോഹരൻ ജോലിക്ക് പോകുന്നത് നീ കണ്ടോ? അതെ ചേച്ചി, മനോഹരനും പറയാണ്. മുത്തശ്ശി എഴുന്നേറ്റിട്ട് മനോഹരനെ നേരെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് നീ എൻ്റെ അനിയനാണെന്ന് പറയുന്നതിൽ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുവാടാ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ പുകഴ്ത്തുകയാണ്. അതെ അതെ എന്നൊരർത്ഥത്തിൽ മേഘയും ചിരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എപ്പോഴും ഇതുപോലെ ജോലിക്ക് പോയിട്ട് ചേച്ചിയെ സംരക്ഷിക്കണം കേട്ടോ. മുത്തശ്ശി മനോഹരനോട് പിന്നീട് സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ഇങ്ങത്താ ഞാൻ പോയി ഇതൊക്കെ വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കിക്കോളാം. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കവർ ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ മേഘ സംശയത്തോട് ചോദിക്കുന്നുണ്ട് അല്ല മാമ, ജോലിക്ക് പോയാൽ പോലും ഇത്ര പെട്ടെന്ന് ശമ്പളം കിട്ടില്ലല്ലോ. അല്ല മാമനെങ്ങനെ ഇതൊക്കെ വാങ്ങിക്കാൻ പൈസ കിട്ടിയത്? അപ്പോൾ മനോഹരൻ പറയാണ് നീ ഒന്നും മിണ്ടാതിരിക്കും മേഘ, ഞാൻ ജോലിക്കും പോയിട്ടില്ല മണ്ണാങ്കട്ടക്കും പോയിട്ടില്ല. പിന്നെ എങ്ങനെയാന്നുള്ള അർത്ഥത്തിൽ മേഘയും മുത്തശ്ശിയും മനോഹരനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാതിൽ കൊലുസിൻ്റെ ശബ്ദം കേട്ടു. അതിൻ്റെ ശബ്ദം കൊണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നോക്കിയപ്പോൾ ചേച്ചിയുടെ കാലിലുള്ള കൊലുസാണ് എന്നെ ഉറങ്ങാൻ വിടാത്തത് എന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുമ്പോഴോ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത്. അത് കേട്ടപ്പോൾ മുത്തശ്ശി ഇങ്ങനെ വാ തുറന്ന് നിൽക്കുകയാണ്. എന്ത്? അതുകൊണ്ട് ചേച്ചി ഉറങ്ങുന്ന നേരം നോക്കിയിട്ട് ആ ഒരു കൊലുസ് ഞാൻ അഴിച്ചെടുത്തിട്ട് അത് ഞാൻ പണയം വെച്ചിട്ട് ആ ഒരു പൈസക്കാണ് ഞാനിപ്പോൾ പച്ചക്കറിയും അരിയും സാധനങ്ങളൊക്കെ വാങ്ങി വന്നത്. മനോഹരൻ പറയുന്നത് കേട്ടപ്പോൾ മേഘയും മുത്തശ്ശിയും വാ തുറന്നു നിന്നുപോയി. എടാ ദുഷ്ട, ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ കൊലുസ് തന്നെ അടിച്ചു മാറ്റിയിട്ട് പണയം വെച്ചിട്ടാണോ നീ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നത്? എടാ ദുഷ്ട, നീയൊന്നും ഒരു കാലത്തും നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പച്ചക്കറി സഞ്ചി അവിടെ വെച്ചിട്ട് അതിൽ നിന്നൊരു മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാൻ പോകുന്നത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല. മേഘയെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ആ ഒരു കൊലുസല്ലേ, അതും കട്ടെടുത്ത് കൊണ്ടുപോയി അത് പണയം വെച്ചു അല്ലേ? നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ആ പച്ചക്കറിയൊക്കെ വെച്ച് മനോഹരനെ തല്ലുകയാണ്. മേഘയാണെങ്കിൽ പിടിച്ചു വെക്കാനൊന്നും നിൽക്കാതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ചേച്ചി 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 തല്ലല്ലേ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് മനോഹരൻ മാറി മാറി പോവുകയാണ്.
ഇനി എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തല്ലുന്നത്. അതിനുശേഷം തല്ലി തല്ലി കൈ വേദനിച്ചപ്പോൾ അവർ തന്നെ നിർത്തുകയാണ്. എന്നിട്ട് ആ പച്ചക്കറിയൊക്കെ അവിടെ താഴെ എറിഞ്ഞിട്ട് മുഖവും വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. മേഘം ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ്, 2 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ പട്ടിണി കിടന്നപ്പോൾ നിങ്ങൾക്ക് വിശപ്പ് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് അരിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്ന സമയത്ത് നിങ്ങൾ എന്നെ തന്നെയാണോ തല്ലുന്നത്? അവരൊന്നും പറയാതെ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, ആ കൊലുസ് വിറ്റ പൈസക്ക് ഞാൻ നിങ്ങളോടൊന്നും പറയാതെ വലിയൊരു ഹോട്ടലിൽ കയറിയിട്ട് ചിക്കനും മട്ടണും ബീഫും ഒക്കെ കഴിച്ചു എന്ന് കരുത്. നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു പറ? മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ് മുത്തശ്ശി. പാവല്ലേന്ന് കരുതിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങി വന്നപ്പോൾ എന്നെ തന്നെ പിടിച്ച തല്ലുവാണോ ചേച്ചി? നോക്കിക്കോ, ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇനി ഒന്നും വാങ്ങിക്കൊടുത്തരില്ല. അതിന് ഇനി നിനക്ക് വിൽക്കാൻ വേണ്ടി ഒരു സാധനവും ബാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പൊതിരെ തല്ലുകയാണ് വീണ്ടും. പൊയ്ക്കോ, എൻ്റെ കണ്ണുമുന്നിൽ നിന്ന് പൊയ്ക്കോ. ചേച്ചി തല്ലല്ലേ ചേച്ചി. എന്നിട്ട് മനോഹരൻ ഓടിപ്പോവാണ്. ഈ ചേച്ചിയുടെ അടുത്ത് നിൽക്കാനും പറ്റില്ല, വെറുതെ എന്നെ തല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. പൊയ്ക്കോ എൻ്റെ കൺമുന്നിൽ നിന്ന് റാസ്കൽ. മുത്തശ്ശി മനോഹരനെ നോക്കി പിറുപിറുക്കുകയാണ്. അപ്പോൾ മേഘ തിരിഞ്ഞിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി, മനോഹരൻ മാമൻ നിങ്ങളുടെ അനിയനല്ലേ? അങ്ങനെയുള്ള മനോഹരൻ മാമൻ ജോലിക്ക് പോകുന്നത് എങ്ങനെയാ എന്ന് പരിഹസിക്കുന്ന സമയത്ത് മുത്തശ്ശിയും വിട്ടുകൊടുക്കുന്നില്ല. അയ്യോ, നിന്റെ അനിയനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അനിയൻ അത്ര മോശമല്ല. മേഘ ശരിക്കും ഇലുബ്യനായിട്ടുണ്ടായിരുന്നു. ഓ, അവള് വലിയൊരാള്. കാരണം സുരേന്ദർ അവളെ അത്ര പറ്റിച്ചത്രയും എന്തായാലും മുത്തശ്ശിയെ മനോഹരം പറ്റിച്ചിട്ടില്ലല്ലോ. അതും പറഞ്ഞിട്ട് മുത്തശ്ശി മുഖം കുലുക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ മേഘ ഇങ്ങനെ പിറുവിറുക്കുന്നുണ്ട്, ഒക്കെ സുരേന്ദർ കാരണമാണ്. ആ സമയത്താണ് കരഞ്ഞുകൊണ്ട് പ്രിയ സ്കൂളിൽ നിന്നും വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ പ്രിയയുടെ അടുത്തേക്ക് വന്നിട്ട് മേഘ വേഗം ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ കരയുന്നത്? എന്തു പറ്റി? സ്കൂളിലെ ഫീസ് അടച്ചാൽ മാത്രമേ ഇനി സ്കൂളിലേക്ക് വരണ്ടൂ എന്ന് മിസ്സ് പറഞ്ഞു. എത്ര പ്രാവശ്യം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു സ്കൂളിലെ ഫീസ് അടക്കണമെന്ന്. വേഗം വന്നിട്ട് ഫീസ് അടക്കമ്മ എന്ന് പറഞ്ഞിട്ട് പ്രിയ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മേഘ അവളോട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അമ്മയുടെ കയ്യിലിപ്പോൾ പൈസ ഇല്ലടാ. അമ്മയ്ക്ക് ജോലി കിട്ടിയതിന് ശേഷം സമാധാനത്തോടെ നമുക്ക് സ്കൂളിലെ ഫീസ് അടക്കാം. ഞാൻ വന്നിട്ട് പ്രിൻസിപ്പലിനോട് സംസാരിക്കാം. അമ്മ, സ്കൂളിലെ ഫീസ് കെട്ടിയിട്ടില്ലെങ്കിൽ ഇനി സ്കൂളിലേക്ക് വരണ്ടെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ടമ്മ. പ്രിയ കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോൾ മേഘ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇനി എൻ്റെ മോള് സ്കൂളിലേക്ക് പോവണ്ട. അതിനേക്കാൾ സൂപ്പർ സ്കൂള് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുണ്ട്. ഞാൻ മോളെ ആ സ്കൂളിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞിട്ട് മേഘ പ്രിയ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ആ സ്കൂളിൽ ഫീസ് ചോദിക്കില്ലേ അമ്മ? പ്രിയ കരഞ്ഞോണ്ട് ചോദിക്കുകയാണ്. ഇല്ലടാ, ആ സ്കൂള് ഗവൺമെൻറ് സ്കൂളാണ്. ഇല്ല, ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിക്കുള്ളൂ, ഞാൻ ആ സ്കൂളിലൊന്നും പോവില്ല. പ്രിയ കരഞ്ഞുകൊണ്ട് വാശി പിടിക്കുകയാണ്. എടാ, സ്കൂൾ ഫീസൊക്കെ അവിടെ ഒരുപാട് അധികമാടാ മോളെ. ഇവിടെ സ്കൂളിൽ ഫീസൊന്നും ചോദിക്കില്ല. പ്രിയയോട് സമാധാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ് വേഗ. ഇവര് നന്നായിട്ട് പഠിപ്പിച്ചും തരും. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ സ്കൂളിലാണ് ഉള്ളത്, അതുകൊണ്ട് ഞാനും ഈ സ്കൂളിൽ തന്നെ പഠിക്കുള്ളൂ. അപ്പോൾ മേഘ കുറച്ചൊരു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞില്ലേ, നീ വീണ്ടും ആ സ്കൂളിൽ തന്നെ പോകുള്ളൂ എന്ന് വാശി പിടിക്കുന്നത്. മേഘയുടെ ശബ്ദം മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രിയയും വാശിയോട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ സ്കൂളിൽ തന്നെ പോകണം. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടുകൊണ്ടാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. പ്രിയ, മേഘ ദേഷ്യത്തോടെ വിളിക്കുകയാണ്, അമ്മ ഫീസ് അടയ്ക്കമ്മ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മേഘ എന്താ ഇത്? ഒറ്റൊരു മകളല്ലേ നിനക്കുള്ളൂ, അവൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ പഠിക്കട്ടെ, എന്തിനാ സ്കൂള് മാറ്റുന്നത്? അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയാണ്, കോൺവെന്റിൽ പഠിക്കുന്നത് വെറുതെ അല്ല, ഒരുപാട് പണം തീരും. മുത്തശ്ശി ചോദിക്കുകയാണ്, കോൺവെന്റിൽ പഠിച്ചാലല്ലേ കുട്ടിക്ക് നല്ല അറിവുണ്ടായുള്ളൂ, പിന്നീട് കുട്ടിക്ക് നല്ല ജോലിയൊക്കെ കിട്ടുള്ളൂ. അപ്പോഴേക്കും മനോഹരൻ ആ പരിസരത്ത് എവിടെ ഉണ്ടായിരുന്നു. ഇവർ സംസാരിക്കുന്നതൊക്കെ കേട്ടത് കൊണ്ട് തന്നെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അങ്ങനെ ചേച്ചിയോട് ആരോ വെറുതെ പറഞ്ഞതാ. അതെന്താ? അങ്ങനെയാണെങ്കിൽ മേഘ കോൺവെന്റിലല്ലേ പഠിച്ചത്, ഇവക്കെന്താ ഒരുപാട് അറിവുണ്ടോ? അത് കേട്ടപ്പോൾ മുത്തശ്ശിയും തലതാഴ്ത്തി നിൽക്കുകയാണ്. മേഘ ദേഷ്യത്തോടെ നോക്കുകയാണ്. ഇപ്പം തന്നെ നോക്ക്, എല്ലാ അറിവും ഉണ്ടായിട്ട് ഇവിടെ ഇരുന്ന് പാത്രം കഴുകുവാണ്. മേഘ ഇങ്ങനെ ദേഷ്യത്തോടെ മനോഹരനെ നോക്കുമ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ചന്ദ്രിക ഇപ്പം എവിടെയോ ഉയരത്തിലെത്തി. ചന്ദ്രികയെ പുകഴ്ത്തുന്നത് കൂടി കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യം കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ എല്ലാവരോടായിട്ട് പറയാണ്, അതുകൊണ്ട് പ്രിയ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചോട്ടെ.
പക്ഷെ അത് കേട്ടപ്പോൾ പ്രിയ കരയാണ്. മേഘ ഇങ്ങനെ ദേഷ്യത്തോടെ നിന്നപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറഞ്ഞതും ശരിയാണ് മനോഹര, അതും ആലോചിക്കാവുന്നതേ ഉള്ളൂ. മുത്തശ്ശി കൂടി ചന്ദ്രികയെ പുകഴ്ത്തുന്ന രീതിയിൽ അങ്ങനെ സംസാരിച്ചപ്പോൾ മേഘയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ പ്രിയയും പറയാണ്, ഞാൻ ഈ സ്കൂളിലേ പഠിക്കുള്ളൂ. അത് കേട്ടപ്പോൾ എല്ലാവരോടുള്ള ദേഷ്യത്തിന് പ്രിയയാണ് മേഘ തല്ലുന്നത്. എന്താ നിനക്ക്, നിന്നോടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ കാരണമാണ് എല്ലാവരും എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. അകത്തേക്ക് പോവാൻ നോക്ക്, നീ കാരണം എല്ലാം ഞാൻ കേൾക്കേണ്ടി വരുന്നത്. പ്രിയ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ്. ആ ദേഷ്യത്തിൽ മേഘ മറ്റുള്ള രണ്ടുപേരെയും നോക്കിയപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാ മേഘ നിന്റെ ദേഷ്യം മുഴുവൻ ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞിനോട് തീർക്കുന്നത്? പാവം, ആ കുട്ടിക്ക് എന്തറിയാം? അപ്പം മേഘ പറയുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചവരെല്ലാവരും എന്നോട് വിശ്വാസവഞ്ചനയെ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഗതികെട്ട അവസ്ഥയിൽ വന്നത്. അപ്പോൾ മനോഹരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേഘമോളെ, നീ നല്ലവരെ വിശ്വസിച്ചിരുന്നെങ്കിൽ നീ നല്ല പോലെ ഇപ്പോൾ ജീവിക്കുമായിരുന്നു. നീ പറ്റിക്കുന്നവരെയും ചതിക്കുന്നവരെയാണ് വിശ്വസിച്ചത്. അവസാനം അവരുടെ ആ ഒരു അവസ്ഥയിൽ തന്നെ അവർ നിന്നെയും കൊണ്ടുവന്നു. മേഘ ഒന്നും പറയാതെ നിന്നപ്പോൾ മനോഹരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറ, നീ ആരാണെന്ന് പറയാമെന്നൊരു പഴഞ്ചൊല്ല് തന്നെ ഇല്ലേ, അതുപോലെയാണ് നിന്റെ കാര്യം. നിന്റെ കൂട്ടുകാരാരാണെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം നീ എത്താൻ പോകുന്ന അവസ്ഥയും ഗതികേടും. മനോഹരൻ പറഞ്ഞത് കേട്ടപ്പോൾ മുത്തശ്ശിയും അത് ശരിവെക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മേഘ സങ്കടത്തോടെ നിൽക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. മേഘ വിശ്വസിച്ചവരെല്ലാവരും ഫ്രോഡുകളാണ്. അതുപോലെ തന്നെ മേഘയെ അവരും എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.